ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് അതായത് ശരിയായില്ല. കുഴപ്പമില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ ഞാനിത് ഞാൻ അതിൽ തുടക്കം പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല. എല്ലാ വീഡിയോസിലും ഞാനല്ലേ ഫസ്റ്റ് പറയുന്നത്. എല്ലാ വീഡിയോസിലും ഞാനാണ് നമ്മളെ ഫസ്റ്റ് പറയുന്നത്. വെൽക്കം ബാക്ക് ടു എല്ലാ കാര്യങ്ങളും. ഓക്കെ, സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കൊച്ചി പോവാണ്. അതിന് മുന്നേ എന്താ ഹായ് ഒരു യാത്രയിലാണ്. യെസ്, നമ്മൾ 3 നേരം മാത്രമാണ് പോകുന്നത്. ഒരു വെഡിങ് ഉണ്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. സോ യാ, ഞാൻ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് അതെ അമല ഓൾറെഡി മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എപ്പോഴും പറയും. പിന്നെ അതിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ് റിയലി മിസ് ചെയ്യുന്നുണ്ട്, വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇനി എന്തായാലും വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? പറയാൻ കുറെ നാളുകൾക്ക് ശേഷം ഒരു കൊച്ചിയിലേക്ക് ഒരു യാത്ര. അത് ശരിയല്ലേ, ഒരു 1-2 വർഷത്തിന് ശേഷം. അത്രേ ഉള്ളൂ, അത് തന്നെ പറയാൻ ഏറ്റവും വലിയ. ഓക്കെ, ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു എന്താ പറയാ സ്റ്റാർട്ടിങ് അല്ല ഈ വീഡിയോയിൽ ഞാൻ മെയിൻ ചെയ്ത് വെച്ചിരുന്നത്. ഞങ്ങൾ ആക്ച്വലി ലാസ്റ്റ് ആയിട്ട് എറണാകുളം പോയത് മറ്റേടെ ഇതല്ലേ മീറ്റപ്പ് അല്ലായിരുന്നു. അതെ, മറ്റേടെ മീറ്റിനായിരുന്നു നമ്മൾ ലാസ്റ്റ് ആയിട്ട് പോയത്. അതിനുശേഷം നമ്മൾ പോയിട്ടില്ല. പിന്നെ ഈ റോഡ് ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഉണ്ടല്ലേ, നല്ല ഡസ്റ്റാണ്, കാരണം റോഡ് റെഡി ആയിട്ടില്ല. പിന്നെ നമുക്ക് വിശക്കുന്നുണ്ട് എല്ലാവർക്കും. നമ്മൾ മോർണിംഗിൽ ഒന്നും കഴിച്ചില്ല. എല്ലാവരും എൻ്റെ ഡ്രസ്സ് എങ്ങനെയാണെന്ന് പറയും, ഈ ഒരു വൈറ്റ് കളർ. ഞാൻ ആക്ച്വലി വൈറ്റ് കളർ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ഒരാളല്ല, ബട്ട് എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഓക്കെ, അപ്പൊ എന്റെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യുക. ഒരു സ്കൈ ബ്ലൂ ആൻഡ് നല്ല ബ്ലൂ കളർ ആയിട്ടുള്ള ലവ് ഇടുക. റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഏത് ഹോട്ടല്? ഏതൊരു ഹോട്ടലിൽ ഇറങ്ങി, ബീച്ച് ഹോട്ടൽ. യെസ്, അവിടെ ഇറങ്ങി. അല്ല, എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ട് ചട്ടിച്ചു. ഒരുപാട് ഉണ്ടാവുന്ന വിചാരിച്ചാൽ ഇല്ല, കുറച്ചേ ഉള്ളൂ. വേണോ? ഞാൻ കഴിച്ചത് നന്നായിരുന്നു. സത്യമായിട്ട് ഫോൺ അങ്ങ് വന്നു. ഞാൻ കഴിച്ചത് നന്നായിരുന്നു. ഓക്കെ ഗൈസ്, മതി കുറച്ച് മതി ഏതാ. ഓക്കെ, എൻ്റെ ചോറ് വന്നിട്ടുണ്ട്. സോ ഈ കറികളൊക്കെ ആയിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നു. ഗൈസ്, ഇത് ബീച്ച് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ കക്കയുണ്ട്. എൻ്റെ കക്ക എൻ്റെ ഫേവറേറ്റ് ആണ് ആക്ച്വലി. ഒരുപാടാണ് ഞാൻ കഴിച്ചിട്ട്. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടാവും. എനിക്കും ഇഷ്ടമാണ് കക്ക. അതിനല്ലേ ഇതിലില്ല, നന്നായിട്ടുണ്ട്. ഇതിലുള്ളതെന്ന് പറയുമ്പോൾ എന്തുവാ മറ്റേ എന്തോ അതിൻ്റെ പേര്, കണവ. അതുണ്ട്. എനിക്കിഷ്ടമുള്ള കറിയായത്, പയറ് തോരൻ. പിന്നെ അച്ഛന് ഇഷ്ടമുള്ളത് മലേഷ്യയിൽ പോയി കഴിച്ചു നമ്മള്. നല്ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 3 പേർക്കും 3 രീതിയിൽ ഉറക്കം വന്നു. സോ അച്ഛൻ ഉറങ്ങുന്നു, അമലയുടെ രീതി ഉറങ്ങുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ ഉറങ്ങാതിരിക്കുന്നത്. എനിക്കിപ്പോൾ ഉറക്കം വരും, എനിക്ക് ഓൾറെഡി ഉറക്കം വന്നതാണ്, ബട്ട് ഞാൻ മൈൻഡാക്കിയില്ല. നമുക്ക് അമലയെ വിളിക്കാം. ഓക്കെ, കാണിച്ചില്ലേ? നോക്ക്, അച്ഛൻ എഴുന്നേറ്റ്. ഞാൻ അമല ഉറങ്ങി. ഞാൻ വിചാരിച്ചു അമല ഉറങ്ങിയെന്ന്. സാധാരണ ഞാൻ പറഞ്ഞ അമലിനെ പറ്റിച്ച് ചെറുതായിട്ടൊരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് ചെറിയ ഉറക്കം വന്നു, പക്ഷെ മാറിയില്ല. ഞാൻ എന്താ ഇന്നെന്ന് അറിയാനല്ലേ. അച്ഛൻ ഉറക്കം വന്നല്ലേ. നമ്മള് ആക്ച്വലി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നല്ല ഉറങ്ങിയില്ല. ഇനി ഉറങ്ങിയിട്ടേ പോകുള്ളൂ. അച്ഛൻ ഉറങ്ങി. എന്നാലും നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. മീൻസ് ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ടേ പോകുള്ളൂ.
ഞാൻ ഓടിക്കാന്ന് വിചാരിച്ചതാ, ബട്ട് എനിക്ക് ഓടിക്കാനുള്ള യെസ് റോഡ് ശരിയല്ല. ഓക്കെ, ഞാൻ ഓടിക്കുന്നു. ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഓരോ ഭക്ഷണ സാധനങ്ങളും പാചകം ചെയ്യേണ്ട രീതിക്ക് പാചകം ചെയ്താലേ നമ്മള് കഴിക്കണതിന്റെ ഒരു വിധം കൂടി നമ്മൾ കഴിക്കാം. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യമായിട്ടും അതില് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ കറികളും എല്ലാം നല്ലായിരുന്നു. എനിക്കും ഇഷ്ടമായിരുന്നു ഓരോ കറീസ്. എനിക്കിപ്പോ ഉറക്കം വരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഉറങ്ങട്ടെ. ശരിക്കും നമ്മൾക്ക് ഉറക്കം വന്നതേ ആ ഫുഡ് കഴിച്ചിട്ടല്ലേ? ആ ഫുഡ് അത് നല്ല ഫുഡായിരുന്നു. അതാണ് നമുക്ക് ഉറക്കം വന്നത്. പിന്നെ ഓയിലി, മൊത്തത്തില് ഓയിലിയാണത്. മൊത്തത്തില് കാര്യം അത് അല്ല, സാധാരണ ബിരിയാണി കഴിച്ചല്ലേ ഉറക്കം വരുന്നത്? ഇതിപ്പോ ബിരിയാണി കഴിക്കണേക്കാട്ടി ഭയങ്കര ഇതായിരുന്നു. എന്ന് വെച്ചാൽ വറുത്തമീന്, പിന്നെ കണവ ഒരു പ്രത്യേക രീതിയിൽ കറി വെച്ചത്. അത് എങ്ങനെയാണെന്ന് അറിയാം. എന്നിട്ട് അത് അതിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലായെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടത്. അച്ഛന്റെ കുക്കിംഗ് ചാനലിൽ വെച്ചിടായിരുന്നല്ലേ? കുഴപ്പമില്ല, അച്ഛൻ ഉറങ്ങാനായിട്ട്. മയക്കമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മയങ്ങും. കുഴപ്പമില്ല, അച്ഛൻ ഉറങ്ങിക്കോ. ഞാൻ ഇങ്ങനെ തിരിക്കാം. ഇല്ല, അമല ഫേക്ക് കാണിച്ചു. പറഞ്ഞു ഉറങ്ങിയിട്ടില്ല. നിങ്ങക്ക് അമ്മ ഇല്ലാത്തതിന്റെ ഒരു ഇതുണ്ടല്ലേ? നമ്മൾ ആദ്യമായിട്ടില്ല ഇങ്ങനെ പോകുന്നത്. പക്ഷെ ആ ഒരു ഇത് ഒരു മിസ്സിംഗ് ഉണ്ടല്ലേ അമ്മ ഇല്ലാത്ത? കാരണം ഇവിടെ ഞാൻ പറയാം, അമ്മ ഇല്ല, അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് ഒരുപാട് കോമഡീസ് ഇങ്ങനെ പറഞ്ഞു പോയത്. സത്യമായിട്ട് നമ്മളങ്ങനെ കൊച്ചി എത്താറായി. നല്ല ഇരുട്ടി, ഭയങ്കര റഷായിരുന്നല്ലേ? നല്ല മഴക്കോളും ഉണ്ട്. ടയർഡായി. ഞാൻ ജസ്റ്റ് ഒന്ന് തോന്നി നോക്കി. അയ്യോ, കണ്ണിലെന്തോ എമ്പതാ. ശരിയായി. അവിടെ നോക്കി ഗൈസ്, അങ്ങനെ നമ്മള് റൂമിലെത്തി. കാണിക്കത് ഞങ്ങള് ഊണ് കൊണ്ട് ഒന്ന് വാങ്ങാൻ പോയി. ഗൈസ്, നമ്മളങ്ങനെ മോർണിംഗിൽ എഴുന്നേറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഫുഡ് ഓർഡർ ചെയ്യാന്ന്. നമ്മൾക്ക് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഒരുപാട് ഇങ്ങനെ കഴിച്ച് നമ്മൾ മടുത്തു. സോ നമ്മൾ ചോറ് തന്നെ വാങ്ങി, നാടൻ ചോറ് വാങ്ങി. അപ്പോൾ അതിൽ ഞാൻ സീ ഫുഡിൻ്റെ ആണ് വാങ്ങിയത്. ഞാനും അമ്മല ഒന്നേ വാങ്ങിയിട്ടുള്ളൂ, കാരണം ഞങ്ങൾ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ അച്ഛൻ ഇതാ വാങ്ങിയത്, ഒരു സിമ്പിളായിട്ടുള്ളൊരു മീൽ. നമ്മളുടെ കയ്യിൽ പ്രോൺസ് ഉണ്ട്, കക്ക, കണവ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ അത് നമ്മൾ കഴിക്കാൻ വന്നത്. എന്നെ കാണിക്കും, ഞാൻ കഴിക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. സൂപ്പർ. രാവിലെ എനിക്ക് ചോറ് കഴിക്കുന്നോളാം. മമ്മ വിളിക്കുന്നേ വിളിച്ചല്ലേ? എന്നേ ഉള്ളൂ അല്ലേ? ഫേസ് പാക്സ് ഒക്കെ ചെയ്ത് ഫേസൊക്കെ സെറ്റ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മൾ ആക്ച്വലി ഇന്നൊരു കല്യാണത്തിന് പോകണം. അമലയുടെ ഫ്രണ്ടിന്റെ കല്യാണമാണെന്ന്. സോ അത് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൊച്ചി വന്നത്. പക്ഷെ ഇവിടെ മഴ, വിഷമമായിപ്പോയി മഴ കണ്ടപ്പോ. ബിൽഡിങ്ങുകളെല്ലാം കണ്ടാലേ മലേഷ്യയിൽ നിന്നതുപോലെ. ഈ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലം ഒരു നല്ല രീതിയിൽ മലേഷ്യ തോന്നുന്നുണ്ട്. വലിയ ഗംഭീരമായ ബിൽഡിങ്ങുകൾ, വ്യൂ, ഫാക്ടറികൾ, എല്ലാം നല്ല രസമാണ്. എല്ലാം സെറ്റ്. കഴിക്കരുത്.